പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലരും ഒരുപാട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഗൗരവതരമായ ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി വ്യക്തി ഗുരുതരാവസ്ഥയിലായതായി പരാതി വരുന്നു. എറണാകുളം തേവര പോലീസിലാണ് സനൽ എന്ന വ്യക്തി തന്റെ ശസ്ത്രക്രിയ പരാജയപ്പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിൽ 13 ശസ്ത്രക്രിയ നടത്തിയാണ് ജീവൻ നിലനിർത്തിയത് എന്നും കാട്ടി പരാതി നൽകിയിരിക്കുകയാണ്. പനമ്പള്ളി നഗറിലുള്ള ഇൻസെറ്റ് ഡർമ ക്ലിനിക് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി ന്യൂസ് ആഫ്റ്റർനൂണും പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മുടിമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി പിന്നീട് അത് ഗുരുതരമാകുകയും ഒപ്പം തന്നെ 13-ലധികം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുകയും ചെയ്ത സനൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചതെന്ന് സനലിനോട് തന്നെ ചോദിക്കാം. സനൽ, എല്ലാവരുടെയും അതായത് പ്രത്യേകിച്ച് മുടിയൊക്കെ നഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ആഗ്രഹമാണ് മുടി വയ്ക്കുക എന്നുള്ളത്. ആ ഒരു ആഗ്രഹത്തിൽ തന്നെ ആയിരിക്കും സനലും ഇത് ചെയ്തിട്ടുണ്ടാകുക. എന്തായിരുന്നു സംഭവിച്ചത്? വളരെ ചുരുക്കി എന്തായിരുന്നു സംഭവിച്ചത്? ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്നൊന്ന് പറയൂ. ഞാൻ എൻ്റെ നെറ്റിയിൽ കുറച്ച് മുടി കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുന്ന പോലെ ജസ്റ്റ് ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടപ്പോൾ ഒരു എൻക്വയറി നടത്തിയതാണ്. അപ്പോൾ അവർ നിരന്തരം ബന്ധപ്പെട്ടു. അവരത് ചെയ്ത് തരാം, അവരത്ര എക്സ്പേർട്സ് ആണ്. അവരുടെ ഇൻസ്റ്റാ പേജൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് റിവ്യൂസ് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ശരത് കുമാർ എന്ന് പറയുന്ന ആളാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെന്നും പറഞ്ഞ് അവർ ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തി വാട്സപ്പ് ത്രൂ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് അവർ ഇത്ര രൂപയാണ് ട്രാൻസ്പ്ലാന്റേഷൻ വരെ 3500 ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 3000 rupees അവർക്ക് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിരുന്നു. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞു ഫെബ്രുവരിയിൽ ചെയ്തില്ലെങ്കിൽ ഇതിന് ആ ഓഫർ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ കമ്പൽ ചെയ്തപ്പോൾ ഞാൻ 26, 27 അവരോട് ഡേറ്റ് ചോദിച്ചു. അവരത് ഓക്കെ പറഞ്ഞു. അങ്ങനെ 25 ഞാൻ എൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം അവർ പറയുന്ന എല്ലാ ടെസ്റ്റുകളും നടത്തി അയച്ചു കൊടുത്തു. ആ ടെസ്റ്റ് എല്ലാം ഓക്കെ ആയതുകൊണ്ട് അവർ 26 അവർ രാവിലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. 26ഉം 27ഉം കൊണ്ട് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 28 എനിക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. പക്ഷേ മാർച്ച് 1 തീയതി രാത്രി 1:58 ഞാൻ പെട്ടെന്ന് പെയിൻ കൊണ്ട് എഴുന്നേറ്റു. അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പോൾ രാവിലെ 2 തീയതി ഞാൻ ആൾക്ക് ഇൻഫോം ചെയ്തു പെയിൻ സിവിയർ ആണ് എന്ന് പറഞ്ഞ് ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എൻ്റെ തലയുടെ പിക്ചറുകളെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഓരോ ദിവസവും നമുക്ക് ഇതിന്റെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ ഞാൻ ഓരോ ദിവസവും എൻ്റെ പിക്ചേഴ്സ് അയച്ചു കൊടുത്ത് ആൾക്ക് വോയിസ് നോട്ട് ഇടുമായിരുന്നു, സാർ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. പക്ഷെ ആള് ചില ദിവസങ്ങളിൽ അത് ഓക്കെ ഗുഡ് എന്നുള്ള ഇമോജിയാണ് ഇടുന്നത്. അതായത് പിന്നെ ആള് ക്യാൻ ഐ കോൾ എന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞപ്പോൾ ആളെന്നെ വിളിച്ച് പറഞ്ഞു, സാർ അത് വലിയ ഇഷ്യൂ എന്നുള്ളതല്ല, അത് മാറിക്കോളും. ചിലർക്ക് 7 ദിവസം കൊണ്ട് ഹീലാവും, ചിലർക്ക് 14 days പിടിക്കും. അപ്പോൾ അത് മാറും എന്ന് പറഞ്ഞു. ബട്ട് ആളുടെ ഒരു ഉറപ്പിൽ ഞാൻ അങ്ങനെ ഒരു മാർച്ച് 7 തീയതി വരെ വെയിറ്റ് ചെയ്തു. 7 തീയതി ആയപ്പോൾ എൻ്റെ തലയിൽ ഇൻഫെക്ഷൻ സിവിയർ ആവുകയും പസ്സും ഡിസ്ചാർജൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ 7 തീയതി ആയിരുന്നു അവർ ഹെഡ് വാഷിന് ഡേറ്റ് തന്നത്. അതായത് സർജറി കഴിഞ്ഞ 8ാം ദിവസമാണ് അവർ ഹെഡ് വാഷ് ഡേറ്റ് തന്നിരുന്നത്. അങ്ങനെ ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഹെഡ് വാഷ് ചെയ്ത് വിട്ടു. ഒരു ഓയിൽമെന്റും തന്നു. ആ ഓയിൽമെന്റ് അപ്ലൈ ചെയ്തപ്പോൾ ഈവനിങ് ഒരു 5-6 ആയപ്പോഴേക്കും വീണ്ടും അത് കുറച്ചുകൂടെ സീരിയസ് കണ്ടീഷനിലേക്ക് മാറി. വീണ്ടും അതിന്റെ പിക്ചർ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ആള് പറഞ്ഞു 8നും വീണ്ടും ചെല്ലാൻ പറഞ്ഞു. 8നും പോയി നമ്മൾ വാഷ് ചെയ്തു. എഗെയിൻ ആള് പറഞ്ഞു 9th സൺഡേ മുടക്കാണ്, മൺഡേ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 10th പോയി ഞാൻ വീണ്ടും വാഷ് ചെയ്തു. 10th ആയപ്പോഴേക്കും ഈ ഇൻഫെക്ഷൻ എൻ്റെ നെറ്റിയിലേക്കൊക്കെ സ്പ്രെഡായി. നെറ്റിയിലൊക്കെ കുറെ മുഴകൾ പോലെ വരികയും അതൊരു ഭയങ്കര റെഡിഷ് കളറാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് എന്തായാലും നിങ്ങളുടെ ഇതിൽ പറ്റില്ല, ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൂർദിൽ അഡ്മിറ്റായി. പ്ലാസ്റ്റിക് സർജന്റെ ഇതിൽ നമ്മൾ ചാക്കോ സാറിന്റെ ഇതിൽ അഡ്മിറ്റ് ആവുകയും ആളെ എനിക്ക് 13 തീയതി മുതൽ ഏപ്രിൽ 2 തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരു 8ഓളം സർജറികൾ ചെയ്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കാലില് സ്കിന്നെടുത്ത് തലയിൽ ഗ്രാഫ്റ്റ് ചെയ്തു. അങ്ങനെ സർജറികൾ കഴിഞ്ഞു. ഇപ്പോഴും സർജറികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ 13ഓളം സർജിക്കൽ പ്രൊസീജിയറുകൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 4 വീക്സോളായിട്ട് ഞാൻ ഈ മെഷീൻ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക. കാരണം എൻ്റെ സർജിക്കൽ ഏരിയ എന്ന് പറയുന്ന വേസ്റ്റും അതെല്ലാം കളക്ട് ചെയ്ത് പെട്ടെന്ന് ടിഷ്യൂ ഗ്രോത്തിന് വേണ്ടി വച്ചേക്കുന്ന ഡിവൈസാണിത്. അപ്പോൾ ഈ ഡിവൈസ് നമ്മൾ ഡെയിലി റെന്റിന് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് എടുത്തേക്കുന്നതാണ്. പരാതി കൊടുത്തിരുന്നു ഇവർക്ക്. പരാതി കൊടുക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും ഇവിടുന്ന് പോകാൻ ആരുമില്ല. കാരണം ഞാനും വൈഫും 2 ചെറിയ പെൺകുട്ടികളും വയസ്സായ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈഫ് എൻ്റെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. കുട്ടികളൊക്കെ ആനുവൽ എക്സാം പോലും എഴുതാൻ പറ്റിയില്ല അവർക്ക്. അപ്പൊ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിലായതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കൂടാതെ എനിക്ക് ട്രാവൽ ചെയ്യാനും പറ്റില്ലായിരുന്നു. കാരണം ഈ വൂണ്ടെല്ലാം ഉണങ്ങാതെ സിവിയർ പെയിൻ ആയിരുന്നു. ഇപ്പൊ ഡോക്ടറുടെ പെർമിഷനിലാണ്. ആള് പറഞ്ഞു, നിങ്ങൾ അത്യാവശ്യം ക്യാപ്പ് വെച്ച് ഈ മെഷീൻ ക്യാരി ചെയ്ത് ട്രാവൽ ചെയ്തോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെയ് 8 തീയതി തേവര CIക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ CI സാറ് 9 തീയതി തന്നെ അവരുടെ പരാതിക്കാരനെയും അവരെയും വിളിപ്പിച്ചിട്ട്
സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ കേസാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് അതിനുള്ള പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. ഏതായി സ്ഥാപനം? ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക്ക്, 3rd ക്രോസ് റോഡ്, പനമ്പള്ളി നഗർ. ഈ എന്തൊക്കെയായിരുന്നു ഇൻഫെക്ഷൻ എന്തൊക്കെയായിരുന്നു? അതായത് നമ്മൾ അവിടെ ചെന്ന് 12-ാം തീയതി ഡോക്ടർ കണ്ടപ്പോൾ ആള് ഞാൻ പറഞ്ഞല്ലോ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ നെഞ്ചത്ത് കൈവച്ചു. ആള് വൈഫിന്റെ അടുത്ത് പറഞ്ഞു നാളെ കിട്ടുമെന്ന് ഉറപ്പില്ല, അത്രക്ക് സിവിയർ ഇൻഫെക്ഷൻ ആണ്, എത്രമാത്രം അത് ഡെപ്തിലേക്ക് പോയി ബ്രെയിനിലേക്ക് അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആളുണ്ടാവില്ലാത്തൊരു കണ്ടീഷനാണ് ആള് പറഞ്ഞത്. അങ്ങനെ ആള് സർജറി ഡേറ്റിൽ തന്നെ ആള് ഇതിന്റെ കൾച്ചർ അയക്കുകയും ഇത് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന അതായത് ഹ്യൂമൻ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയയാണ് നമ്മളുടെ തലയിൽ വന്ന ഇൻഫെക്ഷൻ. പക്ഷെ എനിക്ക് ഇവർ പറയുന്ന രീതിയിൽ ഡയബറ്റിക് ഉള്ള ആൾക്ക് വരുന്നതാണെങ്കിൽ എൻ്റെ ഈ റെസിപ്പിയന്റ് ഏരിയയെക്കാളും കൂടുതൽ ഏരിയയിൽ നിന്നാണ് മുടി എടുത്തേക്കുന്നത്. അപ്പൊ ഡോണർ ഏരിയയിലും ഇൻഫെക്ഷൻ വരേണ്ടതല്ലേ? ഇവരുടെ തെറ്റായിട്ടുള്ള ഒന്നുകിൽ ഈ ഡോക്ടർ ഇൻഫെക്റ്റഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു. ഡോക്ടർ 2 കാലിലും സിവിയർ എക്സിമയായിട്ട് മീൻസ് ബാക്ടീരിയ ക്യാരി ചെയ്യുന്ന ആളാണ്. അപ്പൊ ആളുടെ ഇതിൽ നിന്ന് എനിക്ക് ചെറിയൊരു ഏരിയയിൽ ഒരു 1800 ഹെയർ നടേണ്ട സ്ഥലത്ത് ഒരു 3500ഓളം ഹെയർ നട്ടതിന്റെ പങ്ക്ചർ കൊണ്ടാവാം, അല്ലെങ്കിൽ അതെനിക്ക് കറക്റ്റ് അറിയില്ല അത്. അപ്പൊ അതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വന്നത്. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനോ ഇല്ല മീൻസ് ഷുഗറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഉള്ളതാണ്? എനിക്ക് ഷുഗർ കൺട്രോൾഡ് ആണ്. 132 ആയിരുന്നു എൻ്റെ ഷുഗർ ലെവൽ. കാരണം ഞാൻ വേറൊരു ഡിസീസോ എൻ്റെ എല്ലാ വൈറ്റൽസും ഡയബറ്റിക് ചെറുതായിട്ടുണ്ടോന്നല്ലാതെ ബാക്കി എല്ലാ വൈറ്റൽസും എൻ്റെ കറക്റ്റാണ്. കാരണം ഞാനൊരു 8 years ആയിട്ട് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിൽ പോണ ആളാണ്. എന്തായാലും മുടി വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഗുരുതരമായ അവസ്ഥയിലേക്ക് അദ്ദേഹം മാറേണ്ടതായും വന്നു. അദ്ദേഹം ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.